എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിരിക്കുന്നുവെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ബീറ്റ്റൂട്ട് പച്ചടിയാണ്. പച്ചടി ഉണ്ടാക്കാനായി 2 ബീറ്റ്റൂട്ട് തൊലി ചെത്തി ഗ്രേറ്റ് ചെയ്തെടുക്കുക. നന്നായിട്ട് കഴുകിയെടുത്ത ബീറ്റ്റൂട്ട് 200 ഗ്രാം ഉണ്ടായിരുന്നു. നിങ്ങളുടെ കയ്യിൽ ഗ്രേറ്റർ ഇല്ലെങ്കിൽ വളരെ ചെറുതായിട്ട് അരിഞ്ഞെടുത്താലും മതി. ബീറ്റ്റൂട്ട് വേവിക്കാനായി ഒരു കുഴിഞ്ഞ പാത്രത്തിൽ ബീറ്റ്റൂട്ട് ഇട്ട് അതിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ, കുറച്ച് കറിവേപ്പില, 1 ടീസ്പൂൺ ഉപ്പ് ഇത്രയും ഇട്ട് ബീറ്റ്റൂട്ട് വേകാൻ ആവശ്യമായ 1/4 കപ്പ് വെള്ളം കൂടി ഒഴിച്ച് ഗ്യാസ് ഓൺ ചെയ്ത് നന്നായിട്ട് ഇളക്കുക. തിളയ്ക്കുമ്പോൾ അടച്ചു വെച്ച് 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വേവിക്കുക. ഇനി അരപ്പുണ്ടാക്കാനായി ഒരു മിക്സിയുടെ ജാറിൽ 3/4 കപ്പ് തേങ്ങ ചിരികിയത്, 4 പച്ചമുളക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 1/2 ടീസ്പൂൺ ജീരകം ഇത്രയിട്ട് അരയ്ക്കാൻ ആവശ്യമായ അല്പം വെള്ളം കൂടി ഒഴിച്ച് പേസ്റ്റ് പോലെ അരയ്ക്കുക. അവസാനം അരച്ച തേങ്ങയിലേക്ക് 1/2 ടീസ്പൂൺ കടുക് കൂടിയിട്ട് ഒന്ന് ചതച്ച ശേഷം മാറ്റിവെക്കുക. ബീറ്റ്റൂട്ട് വെന്ത ശേഷം നന്നായിട്ട് ഇളക്കി അരപ്പ് ചേർത്ത് 2-3 മിനിറ്റ് അരപ്പ് വേവിക്കുക. ഗ്യാസ് ഓഫ് ചെയ്ത ശേഷം കട്ട ഉടച്ച 1/2 കപ്പ് തൈര് ചേർത്ത് നന്നായിട്ട് ഇളക്കുക. ഗ്യാസ് ഓഫ് ചെയ്തിട്ടേ തൈര് ചേർക്കാവൂ, അല്ലെങ്കിൽ ചൂട് കൂടി തൈര് പിരിഞ്ഞു പോകും. ഉപ്പ് കുറവാണെങ്കിൽ നിങ്ങൾക്ക് അല്പം കൂടി ചേർക്കാം. ഇനി കടുക് താളിക്കാനായി ഒരു പാത്രം ഗ്യാസിൽ വെച്ച് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് 1/2 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിക്കുക. 4 വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും ഇട്ട് ചൂടാക്കി പച്ചടിയിൽ ഒഴിച്ച് നന്നായിട്ട് ഇളക്കി സെർവ് ചെയ്യാവുന്നതാണ്. ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.